നമ്മൾ തിടുക്കം കുട്ടി ഓടിച്ചെന്നെടുക്കുന്ന ജനറൽ ടിക്കറ്റ് അല്ലെങ്കിൽ ലോക്കൽ ടിക്കറ്റ് അല്ലെങ്കിൽ അൺറിസർവ്ഡ് ടിക്കറ്റ് ഇനി നമ്മുടെ മൊബൈലിൽ തന്നെ ക്യൂ നിൽക്കാതെ തന്നെ സ്വന്തമായിട്ട് എടുക്കാനുള്ള സംവിധാനം ഇന്ത്യൻ റെയിൽവേ തന്നെ ഇറക്കിയിരിക്കുകയാണ്. അതിനായിട്ട് നിങ്ങളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് UTS ട്രെയിൻ ടിക്കറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം UTS ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം അതിൽ പോയിട്ട് സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ജേർണി ടിക്കറ്റ്, QR ബുക്കിംഗ് തുടങ്ങിയ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഇനി നേരെ താഴെ പോയി കഴിഞ്ഞാൽ നോർമൽ ബുക്കിങ്ങിൽ ബുക്ക് ആൻഡ് ട്രാവൽ പേപ്പർലെസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലൊക്കേഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡിപ്പാർട്ട് ഫ്രം നിങ്ങളുടെ സ്റ്റേഷൻ ഏതാണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്റ്റേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എത്ര ആൾക്കാരാണ് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ അത്ര ആൾക്കാരുടെ എണ്ണം കൊടുക്കുക. താഴെ ടോട്ടൽ ഫെയർ നിങ്ങൾക്ക് കാണാൻ കഴിയും. ബുക്ക് ടിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ഓപ്ഷനാണ് അടുത്തതായിട്ട് വരിക. അതിൽ നിങ്ങളുടെ ഫോൺ നമ്പറും പാസ്വേഡും അടിച്ചു കൊടുക്കുക. എന്നിട്ട് ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇതിൽ കാണാൻ പറ്റും. എത്ര ആൾക്കാരാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, എമൗണ്ട് എത്രയാണ് എന്നുള്ളത് ഇതിൽ കാണാൻ കഴിയും. അതിനുശേഷം ബുക്ക് ടിക്കറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏത് വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ UPI വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത് സെലക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് വെയിറ്റിങ്ങിലിടുക. അതിനുശേഷം നമ്മുടെ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്കാണ് പോകുന്നത്. അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ UPIയിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ എന്താണോ അത് അടിച്ചു കൊടുക്കുക. അപ്പോൾ OTP അടിക്കാനുള്ള ഒരു ഓപ്ഷനാണ് വരിക. OTP വന്നതിന് ശേഷം അത് അടിച്ചു കൊടുക്കുക. അതിനുശേഷം പ്രോസസ്സ് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം നിങ്ങൾ ഉദ്ദേശിക്കുന്ന UPI പേയ്മെൻറ്റ് ആപ്പ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ ചെറിയ കമ്മീഷൻ ചിലപ്പോൾ വരും. ആ കമ്മീഷനും കൂടി നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ആപ്പ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ ബുക്കിംഗ് കംപ്ലീറ്റ് ആകുകയാണ്. കണ്ടോ, ഇപ്പോൾ ബുക്കിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അതിനുശേഷം നിങ്ങളുടെ ടിക്കറ്റ് നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും. ഇനി ഇതിൽ തന്നെ ബുക്കിംഗ് ഹിസ്റ്ററിയിലോ അല്ലെങ്കിൽ ഷോ ടിക്കറ്റ് എന്നുള്ള ഓപ്ഷനിലോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ബുക്ക് ചെയ്തിട്ടുള്ള ടിക്കറ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ടിക്കറ്റ് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ചെക്കിങ്ങിനൊക്കെ വന്നാൽ പെട്ടെന്ന് നമുക്ക് കാണിക്കാൻ കഴിയും. സംഗതി എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അപ്പോൾ എല്ലാവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്